റോഡിൽ വന്നപ്പോൾ ചേച്ചി പറഞ്ഞില്ല എത്ര ദൂരമാണ് പോകുന്നത്. ഒരു ഗുഹയിൽ കൂടെ ഞങ്ങൾ ഹലോ ചങ്ങായിസ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കാനഡയിൽ ഇപ്രാവശ്യം അത്യാവശ്യം അധികം തണുപ്പാണെന്ന് അറിയാലോ. അപ്പോൾ ഈ തണുപ്പ് കാലത്ത് ഒരുപാട് വർഷത്തിന് ശേഷം ഒരു പ്രതിഭാസം ഉണ്ടായി. നമ്മുടെ നയാഗ്ര ഫോൾസ് ഫ്രോസൺ ആയി. ഫ്രോസൺ എന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഫ്രോസൺ ആയി. അപ്പൊ ആ ഒരു പ്രതിഭാസം, ആ ഒരു പ്രക്രിയ ഇപ്പൊ കണ്ടില്ലെങ്കിൽ പിന്നെ ഇനി മഞ്ഞ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്, അത് കാണാൻ പറ്റൂല. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. അതെ, അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ നയാഗ്ര അടുത്തോണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജ് ടു USA, ഡ്യൂട്ടി ഫ്രീ, ദ ഫോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് കാണുന്നുണ്ട്. ലോകത്തിലെ മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നായ നയാഗ്ര ഫോൾസ് ഈ സൈഡിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫോൾസിന്റെ ഒരു വ്യൂ ഇതാ ഇപ്പോൾ ഉടനെ വരുന്നതായിരിക്കും. ഇതാണ് ആ ഒരു ഫോൾസ് അവന്യൂ എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇവിടെ ഇങ്ങനെ ഇൻഡോർ ഗെയിംസും തീം പാർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഭയങ്കര ആക്റ്റീവാണ്, സംഭവങ്ങൾ അടിപൊളിയാണ്. വൈകുന്നേരം ഈ റോഡിലൂടെ നടക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫീലാണ്, ഭയങ്കര വൈബാണ്. ബിൽഡിംഗ് ഒക്കെ കണ്ടറിയാം, ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്സ് ആണ് ഇവിടെ. നേരെ കാണുന്നതാണ് സ്കൈലോൺ ടവർ. അതിന്റെ മേലെ നമുക്ക് ലിഫ്റ്റിൽ ഇങ്ങനെ പോവാം. ഇച്ചിരി കാശ് കൂടുതലാണ്, കോസ്റ്റ്ലിയാണ് സംഭവം. അതിന്റെ മേലെ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാം. പക്ഷെങ്കിൽ അതിനകത്ത് കയറാനായിട്ട് നല്ല പൈസയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നയാഗ്ര ഫോൾസിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു 300 മീറ്റേഴ്സ് മാറിയിട്ട് ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു എത്ര ഡോളേഴ്സ് വെച്ച് 20 ഇന്ന് 20. അതെ, ആദ്യം കൂപ്പൺ എടുത്ത് ഞങ്ങളിതേ പാർക്കിംഗ് സ്പോട്ടിലേക്ക് വന്നു. കാണിച്ചു തരാം. വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കണം. തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. ഏറ്റവും അടുത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടിയാൽ നമുക്ക് അധികം ദൂരം നടക്കാനില്ല. അതേ ആ കാണുന്ന ബ്രിഡ്ജ് പോലത്തെ അതേ കൂടെ കയറിയിട്ട് താഴോട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങളൊന്ന് വണ്ടി പാർക്ക് ചെയ്യട്ടെ. ഹലോ ചങ്ങായി. അപ്പോൾ നമ്മൾ ഇത് ഈ പാർക്ക് ചെയ്തിട്ട് ഈ വഴി ഇങ്ങനെ പോയി ആ ഒരു പാലം കയറി അങ്ങനെ പോയി അതിൻ്റെ അടി കണ്ടോ, അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇതാ ഇവിടെ ഒരു സാധനമുണ്ട്, ഇതോടെ കാണിച്ചു. ഇതേ വേണമെങ്കിൽ കയറാം. ഇതിന് മേലേക്ക് പോകുന്നതാണ്. അതിനെന്തോ ഒരു ടിക്കറ്റ് ഉണ്ട്, അത് എന്താണ്ട് ആ വെൽക്കം സെൻറ്ററിൽ നിന്ന് എടുക്കാം. ഇപ്പം നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദ ഫോൾസ്. അപ്പോൾ ബിഹൈൻഡ് വരെയുള്ളൂ, അതിന് മുമ്പേ എടുക്കുക. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളതിൻ്റെ ഈ പാലം കയറി ഇതിലെങ്ങനെ പോവുക. കമോൺ. അങ്ങനെ ഞങ്ങൾ ജേർണി ബിഹൈൻഡ് ദ ഫോൾസ് വന്നിരിക്കുകയാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തേച്ചും ആ കാണുന്ന എൻട്രൻസ് വഴിയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഗിഫ്റ്റ് ഷോപ്പും അത്യാവശ്യം ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്ഥലത്ത്. ഗിഫ്റ്റ് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഹോട്ടൽസ് എന്ന് പറഞ്ഞാൽ ഒരിച്ചിരി കോസ്റ്റ്ലിയാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം ഇവിടുത്തേക്ക് കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇനി ഇവിടുത്തെ റേറ്റ്സ് ഒക്കെ നമ്മുടെ മാനി പറയും. മാനി എത്ര റേറ്റ് നോക്കിയായിരുന്നോ? അഡൽട്സിന് $24, ചൈൽഡ്സിന് $15.50. $50? 15. അപ്പോൾ മാനി 15 ആണ് എടുത്തേ. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തെ സീൻസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടേച്ചും വരാം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫോൾസ് കാണാനായിട്ട്, ജേർണി ബിഹൈൻഡ് ഫോൾസ് കാണാനായിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹോൾവേ ആണ്. അത്യാവശ്യം ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ഫോട്ടോ എടുത്ത് നമുക്ക് ലാസ്റ്റ് ആ ഫോട്ടോ ചൂസ് ചെയ്യാനായിട്ടൊരു റിസീറ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നതാണ് ഈ ഒരു ഹോൾവേ. ഹോൾവേയിൽ ഇങ്ങനെ ഈ നയാഗ്ര ഫോൾസിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ട് മനസ്സിലാക്കിയത് 1678 ആദ്യമായിട്ട് ഈ നയാഗ്ര എന്ന് പറയുന്ന ഒരു ഫോൾസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഇങ്ങനെ ഡോക്യുമെന്റിലൊക്കെ പരാമർശിക്കുന്നത്. പിന്നെ ഒരു 1780 ഒക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ യൂറോപ്യൻ സെറ്റിൽമെന്റ് ഒക്കെ തുടങ്ങി അങ്ങനെ ഒരു 1822 ഒക്കെ ആയപ്പോഴത്തേനുമാണ് ഇവിടുത്തെ ആദ്യത്തെ ഫോർട്ട് ഇവിടെ ആയത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ബിൽഡിങ്ങിനൊക്കെ അത്രയും ഒരു ഓൾഡ് ബിൽഡിംഗ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. 1848 ഒക്കെ ആയപ്പോഴാണ് ഇവിടെ നിന്ന് ഒരു ഫസ്റ്റ് ബ്രിഡ്ജ്, നയാഗ്ര റിവറിൽ നിന്നൊരു ഫസ്റ്റ് ബ്രിഡ്ജ്, അതായത് അമേരിക്കയും നമ്മുടെ കാനഡയും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എന്നാലും നല്ല രസമുണ്ട് ഇവിടെ ഈ ഹോൾവേ ഇതിൻ്റെ വായിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട്. പിന്നെ നമുക്ക് ഫോൾസിലേക്ക് പോകാം.
താഴെ എത്തിയിരിക്കുകയാണ്. ഒരു എലിവേറ്ററിൽ വന്നപ്പോൾ ശരിക്കും അറിഞ്ഞില്ല എത്ര ദൂരമാണ് പോകുന്നത്. ഒരു ഗുഹയിൽ കൂടെ ഞങ്ങൾ അപ്പോൾ 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഉത്ഭവിച്ചു എന്ന് പറയുന്ന നയാഗ്രയിൽ, കാനഡയിലെ നയാഗ്ര ഫോൾസിൻ്റെ അതിമനോഹര ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ താഴെ നിന്ന്, അതായത് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇത് നമുക്ക് കാനഡ സൈഡിൽ നിന്നുള്ള നേരെ ഓപ്പോസിറ്റ് കാണുന്ന US ആണ്, അവിടെ നിന്നും കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടത് സൈഡ് കാണുന്നത് കാനഡയുടെ വ്യൂ ആണ്, അവിടെ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് കാണാം. ഈ ഇടത് സൈഡിലൊക്കെ ബാക്കിലൊക്കെ നിന്ന് മുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് കാണാം, അതിന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ നിന്ന് കാണാൻ മാത്രം ടിക്കറ്റ് എടുക്കണം. ഒരു സൂപ്പർ വ്യൂ ആണ്, ഒരു അനുഭവം തന്നെയാണ് ഗൈസ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ കാനഡയിലെ വിൻ്റർ അടിപൊളിയായിരുന്നുകൊണ്ട് നമ്മുടെ നയാഗ്ര ഫോൾസ് ഒക്കെ ഓൾമോസ്റ്റ് ഫ്രോസൺ ആയി കിടക്കുകയാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ഫ്രോസൺ ആവാത്ത. ഇതൊരു ഭയങ്കര ഫീലുള്ളൊരു വ്യൂ ആണ് കേട്ടോ, നയാഗ്ര ഫോൾസിൻ്റെ വേറൊരു വ്യൂ. 1889 പാറ പൊട്ടിച്ച് 100 അടി താഴ്ചയുടെ പാറ പൊട്ടിച്ചുണ്ടാക്കിയാണ് ഈ ആദ്യത്തെ ടണല്. അത് കഴിഞ്ഞിട്ട് 1933 ഈ ടണൽ ഉണ്ടാക്കിയത്. ഈ ടണൽ ഇപ്പം മുഴുവൻ കാലഹരണപ്പെട്ടു പോയി. ഓക്കെ, ഇത് മുഴുവൻ തടിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയാണ്. അതിനടി പോകുന്ന സേഫ് അല്ല, അവരത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ മുഴുവൻ ആൾക്കാർ പൈസ ഇടുന്നുണ്ട്, അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ പൈസകൾ ഇടുന്നുണ്ട്, ഫുള്ള് നേരത്തെ പൈസ വരും. പിന്നെ അത് കഴിഞ്ഞ് 1944 നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടണല്, ഈ നീലവെളിച്ചുള്ള ടണല് ഇപ്പോൾ ഉണ്ടാക്കി. നമ്മുടെ നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത് കാനഡയിലുള്ള വ്യൂ എന്ന് പറയുന്നത് ഹോൾസ് ഷൂസ് വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഇവിടെയായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബിഹൈൻഡ് ഫോൾസ് ഒക്കെ കണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി അവിടുത്തെ സീൻ കാണാൻ പോവാണ്. ഇതാണ് നയാഗ്ര ഫോൾസിന്റെ കറക്റ്റ് വ്യൂ എന്ന് പറയുന്നത്, മേലയിൽ നിന്നുള്ള വ്യൂ. അടിപൊളി നയാഗ്ര ഫോൾസ്, ദ ഫ്രോസൺ നയാഗ്ര ഫോൾസ്. ഐസായി കിടക്കുന്ന നയാഗ്രയാണ്. ബോട്ടൊക്കെ പൊക്കോണ്ടിരുന്ന നയാഗ്ര ഫോൾസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്.